എന്നാലും അതേപോലെ തന്നെ ഡ്യൂക്ക് 390 അതേപോലെ തന്നെ ജമ്പൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. ഒരു 6500 RPM കഴിയുമ്പോൾ ഹായ് ഹലോ സോലിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ബൈക്കാണ് ഗൈസ്. എന്താണെന്ന് അറിയാമോ, ഇതിനൊരു സ്പോർട്സ് ബൈക്ക് ക്യാരക്ടർ ആയാൽ കൂടി കമ്പനി തന്നെ ഇതിനൊരു സ്ക്രാംബ്ലർ ബൈക്കായിട്ടാണ് ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതേ ഗൈസ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹുസ്ക്വർണയുടെ സ്വാറ്റ് പില്ലിയൻ 401 ആണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ 401ൻ്റെ റിവ്യൂയിലോട്ട് കടന്നാലോ. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഒരു ഗ്രേ ആൻഡ് ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ഹുസ്ക്വർണ 401ൽ വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റ് സ്കീമാണ് കേട്ടോ. അതിപ്പോൾ ഏതൊരു ലൊക്കേഷനിൽ നിന്നായാലും, അതിപ്പോൾ ടാങ്കിൻ്റെ സൈഡായാലും മഡ് ഗാർഡ്സ് ആയാലും ഈവൻ ഷാസി ആയപ്പോലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പെയിൻറ്റ് സൈഡിൽ കാണുന്നുണ്ട്. പെയിൻറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു ഡ്രോബാക്കും പറയാനില്ല. ബിക്കോസ് അതേപോലത്തെ ഒരു സുപ്രീം ക്വാളിറ്റിയാണ് നമുക്ക് ഈ 401ൽ വരുന്നത്. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓണായിക്കോട്ടെ. ബിക്കോസ് ഇതിൽ വരുന്നത് ഒരു ഹാഫ് റിംഗ് ലൈറ്റ് അല്ല, റിംഗ് ലൈറ്റ് തന്നെ ഒരു കട്ടൊക്കെ വരുന്ന പോലെയുള്ള ഒരു DRL സെറ്റപ്പാണ്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു DRL സെറ്റപ്പാണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇഷ്ടപ്പെട്ടു ഈ റൗണ്ട് DRL ടൈപ്പ് വരുന്നത്. പിന്നെ കാണാമല്ലോ, അകത്തൊരു LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അകത്തൊരു LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ വിസിബിലിറ്റിയും തരുന്നുണ്ട് കേട്ടോ നൈറ്റ് ടൈമിന്. പിന്നെ കാണാമല്ലോ, 4 ഇൻഡിക്കേറ്റേഴ്സും നമ്മുടെ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഒരു ഇൻഡിക്കേറ്റേഴ്സിൽ കിട്ടുന്നുണ്ട്. പിന്നെ റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ടെയിൽ ലൈറ്റ്സ് കാണാമല്ലോ, ഒരു LED ടെയിൽ ലൈറ്റ്സ് ആണ്. ഒരു ഫോംഡ് ടൈപ്പ് ആയിട്ടുള്ള LED ടെയിൽ ലൈറ്റ്സ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് ആണ്. പക്ഷേ പഴയ മോഡൽസിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ പുതിയൊരു വലിയൊരു മഡ് ഫ്ലാപ്പർ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ലുക്ക് വൈസ് കംപ്ലീറ്റ്ലി ഒരു പ്ലീസിങ് ലുക്ക് അല്ല വരുന്നത്, പക്ഷേ പേർപ്പസ്ഫുള്ളാണ്. ബിക്കോസ് പഴയ മോഡലിൽ ജസ്റ്റ് ഒരു ടയർ ഹഗ്ഗർ മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ലുക്ക് അപ്പാര ലുക്കാണ് റിയർ സൈഡിൽ നിന്നുള്ള, പക്ഷേ ഫങ്ഷണൽ അല്ല. ബിക്കോസ് മഴയത്തൊക്കെ ഓടിക്കുന്ന ടൈം, പഴയ മോഡൽ ഓടിക്കുന്ന ടൈം ചെളിയൊക്കെ പില്ലിൻ്റെ ദേഹത്ത് തെറിക്കുന്ന ഒരു ഇഷ്യൂ ഒന്നായിരുന്നു. അതുകൊണ്ടാണ് ഹുസ്ക്വർണ പുതുതായിട്ടൊരു വലിയൊരു മഡ് ഫ്ലാപ്പർ സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫങ്ഷനാണ്, പണ്ടത്തെ കാട്ടി നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണ്. കാണാമല്ലോ, ഇന്നലെ തന്നെ മഴയത്ത് ഓടിച്ച ടൈം അതും പില്ലിനെ വെച്ച് ചെളിയൊന്നും തെറിക്കാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു മഡ് ഫ്ലാപ്പറാണ്. ലുക്ക് വൈസ് എനിക്കിപ്പോഴും പഴയതാണ് ഇഷ്ടപ്പെട്ടെങ്കിലും ഫങ്ഷണൽ വൈസ് ഇതാണ് ബെറ്റർ കേട്ടോ. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ പിന്നെ കാണാമല്ലോ, ഒരു 43mm USD ഫോക്സ് ആണ് വരുന്നത്. WP അപ്പെക്സ് എന്ന ബ്രാൻഡിൻ്റെയാണ്. ഒരു കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് സോഫ്റ്റർ ആയിട്ട് വേണമെങ്കിൽ സോഫ്റ്റർ ആയിട്ട് സസ്പെൻഷൻ സെറ്റ് ചെയ്യുക, അതുകൊണ്ട് സ്റ്റിഫർ ആണെങ്കിൽ സ്റ്റിഫർ ആയിട്ട് സസ്പെൻഷൻ സെറ്റ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി സ്റ്റോക്ക് സെറ്റിംഗ് കുറച്ചൊന്ന് സ്റ്റിഫർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ കംഫർട്ടിൻ്റെ സൈഡും അത്യാവശ്യം നല്ല പ്രോപ്പർ കംഫർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ നമുക്ക് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. നമുക്ക് കംപ്രഷനും പ്രീലോഡും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് തന്നെ സോഫ്റ്ററും അതേപോലെ തന്നെ സ്റ്റിഫറും ആക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ സ്റ്റോക്ക് സെറ്റിങ്സ് വരുന്നത് കുറച്ചൊന്ന് സോഫ്റ്റർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഒരു പ്രോപ്പർ കംഫർട്ട് റോഡിലൊക്കെ ഓടിക്കുന്ന ടൈം ഒരു പ്രോപ്പർ കംഫർട്ട് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ റിയർ സസ്പെൻഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് നമുക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും മെയിൻ പാർട്ട് ഓഫ് ദി ബൈക്ക് നോക്കാം. ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് നമ്മുടെ Gen 3 Duke 390ൽ കണ്ടുവന്ന സിമിലർ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് കേട്ടോ. ആ സെയിം ട്യൂണാണ് നമുക്ക് ഇതിലും വരുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒരു 398.63 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. അതേ നമ്മുടെ Gen 3 Duke 390ൽ കണ്ടുവന്ന സിമിലർ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സിംഗിൾ സിലിണ്ടറിൽ തന്നെ മാസീവ് പവർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്രൂട്ടൽ എഞ്ചിൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ഹുസ്ക്വർണ 401ൽ വരുന്നത്. പവർ ഫിഗേഴ്സിൻ്റെ കാര്യം ചെക്ക് ചെയ്യുമ്പോൾ ഒരു 46 bhp ഒരു 39 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു 401ൽ വരുന്ന എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ നമ്മുടെ ഷിഫ്റ്റ് കുറച്ചുകൂടി സ്മൂത്തർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വിക്ക് ഷിഫ്റ്ററും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അപ്പ് ഷിഫ്റ്റിംഗ് ആയാലും ഡൗൺ ഷിഫ്റ്റിംഗ് ആയാലും ക്ലച്ചിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഒരു പ്രോപ്പറായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററാണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ വരുന്നത്. പിന്നെ ടയർ ലോക്കിംഗ് ആവുമെന്ന് പേടിക്കേണ്ട ഹാർഡ് ഡൗൺ ഷിഫ്റ്റിൽ, ബിക്കോസ് ഇതിലൊരു സ്ലിപ്പർ ക്ലച്ചും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ബൈക്കിന് വേണ്ട ഏറെ ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് നമുക്ക് ഹുസ്ക്വർണ 401 വരുന്നത്. പിന്നെ ഈ ബൈക്കിനെ കംപ്ലീറ്റ്ലി പിടിച്ചു നിർത്താനായിട്ട് ഒരു 320mm ഡിസ്ക് റൂട്ടേഴ്സാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ബൈബിറയുടെ കാലിപ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അതിഭീകര ബ്രേക്കിംഗ് ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഷാർപ്പാണ്, പ്രോപ്പർ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്സിൽ തന്നെ. റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു 240mm ഡിസ്ക് റൂട്ടേഴ്സാണ് വരുന്നത്. അവിടെ ബൈബിറയുടെ കാലിപ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഹുസ്ക്വർണ നല്ലൊരു പ്രോപ്പർ സെറ്റ് ഓഫ് ബ്രേക്സ് ആണ് നമ്മുടെ ഹുസ്ക്വർണ സ്വാറ്റ് പില്ലിയൻ 401 കൊടുത്തേക്കുന്നത്.
നമുക്ക് എന്തായാലും സീറ്റ്സിൻ്റെ കാര്യങ്ങളോട്ട് നോക്കാം. സീറ്റ് നോക്കുമ്പോൾ കാണല്ലോ അത്യാവശ്യം നല്ല ലോങ്ങർ ആൻഡ് അതേപോലെ തന്നെ വൈഡർ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കുഷൻഡാണ്, അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ റൈഡ് നമുക്ക് ഈ ഒരു സീറ്റ്സിൽ കിട്ടുന്നുണ്ട്. പഴയ ഹുസ്ക്വറിൻ്റെ മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ സീറ്റായിട്ട് കുറച്ചുകൂടി ലോവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബൈക്കിലോട്ടൊന്ന് കയറാം. ബൈക്കിലോട്ട് കയറുമ്പോൾ തന്നെ എൻ്റെ സീറ്റായിട്ട് വരുന്നത് പണ്ടത്തെ മോഡൽ 845 മില്ലിമീറ്റർ ആണെങ്കിൽ ഇത്തവണ വരുന്നത് ഒരു 820 മില്ലിമീറ്റർ ആണ്. ഞാൻ ഒരു 5 foot 8 ആണ്. എനിക്ക് കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫുട്ട് കിട്ടുന്നുണ്ട് രണ്ട് സൈഡിലും. അതുകൊണ്ട് സീറ്റായിട്ടിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രോബ്ലമേ അല്ല. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു ഷോർട്ട് റൈഡർ ആണെങ്കിൽ ഓക്കെ പോയി ഇനിയിപ്പോൾ നിങ്ങളൊരു ഷോർട്ട് റൈഡർ ആണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ബിക്കോസ് ഇതിൻ്റെ റിയർ സസ്പെൻഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ സോഫ്റ്ററാണ്. അപ്പോൾ നമ്മൾ റൈഡർ കയറുന്ന ടൈമിന് ബൈക്ക് കുറച്ചൊന്ന് ലോവർ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാന്റഡ് ഫുട്ട് നമുക്ക് ഈ ഒരു ബൈക്കിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ മിറേഴ്സൊക്കെ കാണാമല്ലോ, അത്യാവശ്യം റൗണ്ട് ആയിട്ടുള്ള മിറേഴ്സാണ്, കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. അതേപോലെ തന്നെ പേർപ്പസ്ഫുള്ളായിട്ടുള്ള മിറേഴ്സാണ് വരുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ സ്വിച്ചസിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ KTM Duke 250 കാണുന്ന സെയിം സ്വിച്ചസാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്തുതരാം. നമ്മുടെ പാസ് ബ്രൈറ്റ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത സിംഗിൾ സ്വിച്ചാണ്. പിന്നെ ഹസാർഡ് ലാമ്പ്, ഈ സ്വിച്ചസ് കംപ്ലീറ്റ്ലി മീറ്റർ കൺസോൾ ടോഗിളിൻ ചെയ്യാൻ. ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, റൈറ്റ് സൈഡിൽ ഇഗ്നിഷൻ, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളതാണ് കേട്ടോ. അവിടെ നേരിട്ട് മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് എടുക്കാം, പ്രോപ്പറായിട്ട് കാണാമല്ലോ. അപ്പോൾ മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഡ്യൂക്ക് 390 കണ്ടുവന്ന സിമിലർ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. എക്സ്ട്രാ ഒരു കവറിംഗ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയറിൻ്റെ വൈബ് കൊണ്ടുവരാനായിട്ട്. പിന്നെ ഡ്യൂക്ക് 390 നോക്കുമ്പോൾ പുതിയൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിലും കാണാൻ സാധിക്കുന്നത് കേട്ടോ. മുകളിലാണ് വാർണിംഗ് സിമ്പിൾസൊക്കെ വരുന്നത്. സൈഡിൽ ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഒരു ടാക്കോമീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് സ്പീഡോമീറ്റർ, റൈറ്റ് സൈഡിൽ ഫ്യൂൽ ഇൻഡിക്കേഷൻ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ടൈം കാണുന്നുണ്ട്. പിന്നെ സ്ട്രീറ്റ് മോഡ്, ബിക്കോസ് ഇതിൽ സ്ട്രീറ്റ് മോഡ് മാത്രമേ ഉള്ളൂ റൈഡിങ് മോഡായിട്ട്. പിന്നെ ABS ഏത് മോഡാണ് കിടക്കുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, സൈഡിലെ ഹീറ്റ് ലെവൽ എത്രയാണെന്ന് കാണുന്നുണ്ട്. പിന്നെ മെനുവിലോട്ട് നോക്കുമ്പോൾ മോട്ടോർ സൈക്കിളിൽ തന്നെ റൈഡ് മോഡ് സ്ട്രീറ്റ് മാത്രമാണ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, റെയിനും സ്പോർട്ടും അങ്ങനത്തെ ഒന്നുമില്ല, ഒറ്റ മോഡ് മാത്രമാണ് ഉള്ളത്. പിന്നെ ABSൻ്റെ ഫംഗ്ഷൻ ലൈക്ക് റോഡ് വേണോ, സൂപ്പർ മോട്ടോ വേണോ, ലൈക്ക് റിയർ ABS കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യണോ, അങ്ങനെയുള്ള ഫംഗ്ഷൻസ്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്യണോ, ഓഫ് ചെയ്യണോ. പിന്നെ മോട്ടോർ സൈക്കിളിൽ തന്നെ താഴെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റിൻ്റെ ഫംഗ്ഷൻ ഓൺ ചെയ്യണോ, ഓഫ് ചെയ്യണോ. ഇൻ്റർഫേസ് ചേഞ്ച്, ഫ്രണ്ട് സ്ക്രീനിൽ വരുന്ന ഇൻ്റർഫേസ് നമുക്ക് കുറച്ചുകൂടി മിനിമലിസ്റ്റിക് ആക്കാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ മീറ്റർ കൺസോളിൽ കാണാൻ സാധിക്കും. 2025 ആയില്ലേ, അതിൻ്റേതായിട്ടുള്ള അപ്ഡേഷൻസൊക്കെ നമുക്ക് മീറ്റർ കൺസോളിലും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കാണാമല്ലോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻസ് ഒക്കെ. പിന്നെ കീ ഇതാണ് വരുന്നത്, ഹുസ്ക്വറിനയുടെ കീ H എന്ന് പറഞ്ഞാൽ അവരുടെ എംപ്ലം ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബ്രാൻഡ് ലോഗോ കൊള്ളാം, അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കീ ആണ്. പിന്നെ നമുക്ക് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കാം. പിന്നെ ഇതിൽ വരുന്നത് ഒരു 13.5 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ 390 എഞ്ചിനാണ്. അപ്പോൾ മൈലേജ് നമുക്ക് അതിനോട് സിമിലർ ആയിട്ടാണ്. ലൈക്ക് ഒരു 25 to 30 ഒക്കെ നമുക്ക് സിറ്റീസിലും ഒരു 30+ ഒക്കെ നമുക്ക് ഹൈവേസിലും കിട്ടുന്നതായിരിക്കും ഈ ഒരു എഞ്ചിൻ്റെ സൈഡിൽ നിന്ന്. മൈലേജസിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം ഹാപ്പി ഫിഗേഴ്സാണ് ഈ ഒരു 390 കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ഫ്രണ്ടിൽ ഒരു കേർവ്ഡ് റേഡിയേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഈ എഞ്ചിൻ കുറച്ചൊന്ന് ഹീറ്റാണ്, 399 ആണ്. അപ്പോൾ ഒരു ഡ്യുവൽ ഫാൻ സെറ്റപ്പോട് കൂടി വരുന്ന പുതിയൊരു കേർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്റർ നമ്മൾ 390 Gen 3 കണ്ടില്ലേ, അതേപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള റേഡിയേറ്റർ ആണ്. സൈഡിൽ നമുക്ക് ഹുസ്ക്വറിൻ്റെ ബാഡ്ജിങ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം. നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് റൈഡ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കൂടെ ഒന്ന് കേട്ട് നോക്കാം. നമുക്കെന്തായാലും ഒരു ഷോർട്ട് റൈഡ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കൂടെ ഒന്ന് കേട്ട് നോക്കാം. എക്സോസ്റ്റ് നോട്ട് കൊള്ളാം, അത്യാവശ്യം ബ്യൂട്ടിഫുൾ സൗണ്ടിങ് ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് കേട്ടോ. സിമിലർ ടു KTMൻ്റെ ഡ്യൂക്ക് 390 തന്നെയാണ് സൗണ്ടിങ്ങും വരുന്നത്. ബിക്കോസ് അതേപോലെയാണ് എക്സോസ്റ്റൊക്കെ എല്ലാം റൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം വിട്ടുപോയി, ഇതിൻ്റെ ടയേഴ്സിൻ്റെ കാര്യം. ഇതിൽ ടയേഴ്സ് ഇപ്പോൾ കറൻറ്റ്ലി വരുന്ന അപ്പോളോയുടെ ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ് വരുന്നത്. പിന്നെ സ്പോക്ക് വീൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് ട്യൂബ്ലെസ് ആയിട്ടുള്ള വീൽസ് അല്ല. അതാണ് വൺ ഓഫ് ദി ഡ്രോബാക്ക് ഇതിൽ പറയാൻ സാധിക്കുന്നത്. ഇത് ട്യൂബ്ഡ് ടയേഴ്സാണ് വരുന്നത്. ബിക്കോസ് അതൊരു ബാഡ് നെഗറ്റീവായിട്ട് പറയാം. ബിക്കോസ് പഞ്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ടയറൊക്കെ റിമൂവ് ചെയ്ത് ട്യൂബ് പൊട്ടിച്ചെടുക്കുന്ന പരിപാടിയാണ്. അത് ഒരു ചടങ്ങ് പരിപാടിയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അഥവാ നിങ്ങൾക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ ഹുസ്ക്വാന 250 വരുന്ന അലോയ് വീൽസൊക്കെ ഇതിൽ സെറ്റ് ചെയ്യേണ്ടി വരും, വിച്ച് കോസ്റ്റ് യു എക്സ്ട്രാ. അപ്പോൾ അങ്ങനെ നോക്കുന്ന ടൈം ഇതൊരു ഡ്രോബാക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡ് ടയർ പ്രൊഫൈൽ നോക്കുന്ന ടൈം ഒരു 110 സെഞ്ചിൻ്റെ ടയേഴ്സാണ് ഫ്രണ്ടിൽ വരുന്നത്. റിയർ സൈഡ് ഒരു 150 സെഞ്ചിൻ്റെ ടയേഴ്സാണ്. ഗ്രിപ്പൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. അതിപ്പോൾ ഡ്രൈ ഗ്രിപ്പ് ആയാലും വെറ്റ് ഗ്രിപ്പ് ആയാലും അത്യാവശ്യം നല്ല ഗ്രിപ്പ് എനിക്ക് അപ്പോളോ ടയേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓഫ് റോഡ് ചെറുതായിട്ടൊന്നും എടുത്തായിരുന്നു, ഒരു കുട്ടി ഓഫ് റോഡ്. അപ്പോഴും അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പൊക്കെ എനിക്ക് ഈ ടയേഴ്സിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ ടയേഴ്സിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. നമുക്ക് എന്തായാലും ബൈക്ക് എടുത്ത് ഒരു ഷോർട്ട് റൈഡ് തന്നെ പോകാം. നമ്മുടെ ഹുസ്ക്വാന 401 എടുത്തിട്ട് ഓക്കെ, ഫൈനലി റോഡിലോട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ വൈബ്രേഷൻസിൻ്റെ കാര്യങ്ങളെ പറ്റി പറയാം. വൈബ്രേഷൻസ് നോക്കുമ്പോൾ KTM Duke 390 Gen 3 കണ്ടില്ലേ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള വൈബ്രേഷൻസ് ഒക്കെയാണ് ഫുഡ് പെക്സിലും ഹാൻഡിൽ ബാസിലും വരുന്നത്. ഫുഡ് പെക്സിൽ ഒരു പക്ഷേ കുറച്ചുകൂടി വൈബ്രേഷൻസ് എക്സ്ട്രാ വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കമ്പയറിങ് ടു KTM Duke 390. ലാസ്റ്റ് ടൈം ഞാൻ 390 ഓടിച്ചത്, അപ്പോൾ ഡയറക്റ്റ് കമ്പാരിസൺ ഈസി ആയിട്ടുണ്ട്. ബാക്കി പിന്നെ പറയുമ്പോൾ ക്വിക്ക് ഷിഫ്റ്ററും നമ്മുടെ KTM Duke 390 കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്മൂത്തായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റേഴ്സാണ് ഇതിലെനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ ലൈക്ക് ഒരു 4000 RPM മുകളിലാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റേഴ്സാണ്. ജേർക്കിംഗ് ഒന്നും വരാത്ത രീതിയിലുള്ള ഫങ്ഷൻസിങ് ആണ് വരുന്നത്. എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല ക്വിക്ക് ഷിഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് സെറ്റപ്പ് കാണാമല്ലോ, അത്യാവശ്യം കുറച്ചൊന്ന് വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ് ആണ് വരുന്നത്, കുറച്ചൊന്ന് ലോവേർഡുമാണ്. അപ്പോൾ ഫുഡ് പെക്സ് ആയ പോലും കുറച്ചൊന്ന് റിയർ സെറ്റാണ്, കുറച്ചൊന്ന് സ്പോർട്ടി വൈബ് ഓഫ് റൈഡിങ് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ എർഗണോമിക്സ് ഒക്കെ വരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ എർഗണോമിക്സ് സെറ്റപ്പൊക്കെ. പിന്നെ പവർ ഔട്ട്പുട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, KTMൻ്റെ Duke 390 എഞ്ചിനാണ്, സിമിലർ ആയിട്ടുള്ള പവറിങ് ആണ്. ബിക്കോസ് ട്യൂണിങ്ങിൽ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു 6500 RPM കഴിയുമ്പോൾ അതിൻ്റെ പവർ ഔട്ട്പുട്ട് അങ്ങ് ചേഞ്ച് ആവുന്നു. ലൈക്ക് ഒരു എക്സ്ട്രാ ഒരു പവർ ബാൻഡ് എക്സ്ട്രാ വന്നതുപോലെയാണ്. ലൈക്ക് ഒരു 6500 RPM എൻ്റെ മാക്സിമം ടോർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 6500 RPM കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ക്യാരക്ടറെ കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ച് ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഓപ്പൺ റോഡ് കിട്ടുന്ന ടൈം ഞാൻ എന്തായാലും അതൊന്ന് കാണിച്ചു തരാം. ഒരു 6500 RPM കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ക്യാരക്ടറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മിറേഴ്സൊക്കെ അത്യാവശ്യം നല്ല പ്രോപ്പർലി വിസിബിളാണ്. പിന്നെ റൈഡിങ് കംഫർട്ട് ഇതേപോലത്തുള്ള റോഡിലൊക്കെ ഓടിക്കാനാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിളാണ്. ഇനി അഥവാ നിങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലാണ് കൂടുതൽ ഓടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്റ്റാമിന വേണ്ടി വരും ഇത് ഓടിക്കാൻ. ബിക്കോസ് അതേപോലത്തെ ഒരു റൈഡിങ് പൊസിഷനുള്ള ബൈക്കാണ്. അധികം ക്ഷീണം വരുമെന്ന് തോന്നുന്നില്ല, പക്ഷേ കുറച്ചൊന്ന് ഒരു സൂപ്പർ സ്പോർട്ട് ഓടിക്കുന്ന അത്രയൊന്നും ഹാർഡ്നെസ് വരില്ല. പക്ഷേ ഒരു നേക്കഡ് സ്പോർട്ട് ഓടിക്കുന്നതിൻ്റെ അത്ര കംഫർട്ടബിളും നമുക്ക് ഈ ഒരു ബൈക്ക് കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു ബൈക്കിൻ്റെ കംപ്ലീറ്റ് എർഗണോമിക്സും വരുന്നത് കേട്ടോ. പിന്നെ ഹീറ്റിങ്ങും ട്രാഫിക്കിൽ ഓടിച്ച ടൈമും നമ്മുടെ KTMൻ്റെ Gen 3 Duke ഹീറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത് ഹീറ്റ് ചെയ്യുന്നത്. എക്സ്ട്രാ ഹീറ്റിംഗ് ഒന്നും ഞാൻ അങ്ങനെ നോട്ടീസ് ചെയ്തില്ല. പിന്നെ മഴയത്ത് ഇതിൻ്റെ ടയർ ഗ്രിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ ടയർ ഗ്രിപ്പ് അത്യാവശ്യം കിടിലാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അത്യാവശ്യം നല്ലൊരു ടയർ ഗ്രിപ്പ് എനിക്ക് റോഡിൽ കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇതിൽ ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് റോഡിൽ അധികം ഗ്രിപ്പൊന്നും കിട്ടത്തില്ലെന്നാണ്. പക്ഷേ ആ ഒരു പ്രതീക്ഷയൊക്കെ മൊത്തം തെറ്റിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ടുള്ള ഗ്രിപ്പാണ് നമുക്ക് ഈ ഒരു ടയേഴ്സിൽ നിന്നൊക്കെ കിട്ടുന്നത്. ടയേഴ്സിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ബ്രേക്കിങ്ങും അത്യാവശ്യം കിടിലനായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ബൈക്ക് ഒരു ടൂറിംഗ് ബൈക്കായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ടൂറിംഗ് ബൈക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. ലൈക്ക് ഒരു 13.5 ലിറ്റേഴ്സിൻ്റെ ഒരു ബിഗ് ഫ്യൂൾ ടാങ്ക് ഉണ്ട്, അത്യാവശ്യം നല്ല ടാങ്ക് റേഞ്ചൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രേക്കിംഗ്, ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ഒരു കിടിലൻ എൻജിനുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു പക്ഷേ ഇതിന് കുറച്ചുകൂടി ഒന്ന് സ്റ്റാമിന വേണ്ടി വരും. ബിക്കോസ് കുറച്ചൊന്ന് ലോങ് റൈഡ്സിന് കുറച്ചൊന്ന് അൺകംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് 2 ദിവസമായിട്ട് എനിക്ക് ഇതിനെ ഓടിക്കുന്ന ടൈം, കുറച്ചൊന്ന് ലോങ് പോകുന്ന ടൈം കുറച്ചുകൂടി ഫ്രീക്വൻറ്റ് ബ്രേക്സ് എടുക്കേണ്ടി വരും. ക്ഷീണം വന്നാലും നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻറ്റ് ബ്രേക്സ് എടുത്തുകൊണ്ട് ഈ ബൈക്ക് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നല്ല ട്രാഫിക് ആണല്ലോ. ഈ ബീസ്റ്റിനെ ഒന്ന് അൺലീഷ് ചെയ്യാൻ കുറച്ചൊരു റോഡ് തരുമോ? പിന്നെ ഈ ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത് 171 kilograms ആണ്. എന്ന് വെച്ച് ഹാൻഡിൽ ചെയ്യാനൊന്നും അധികം പാടൊന്നുമില്ല. അതിപ്പോൾ ട്രാഫിക് പാർക്കിങ്ങിൽ ഓടിക്കുന്നിടത്ത് മൂവ് ചെയ്യാനായാലും റോഡിൽ ഓടിക്കുന്ന ടൈം ആയാലും അത്യാവശ്യം നല്ല അജൈലാണ്, ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ. അങ്ങനെ വലിയ ഒരു വെയിറ്റുള്ള മോട്ടോർ സൈക്കിളായിട്ട് അതൊന്നും ഫീൽ ചെയ്യുന്നതുമില്ല. ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് അത്യാവശ്യം പൊളിയാണ് കേട്ടോ. അതിപ്പോൾ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ലൈക്ക് RPM ഒക്കെ കയറി വരുന്ന ടൈം, പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ വെച്ച് നമ്മൾ ഓരോ അപ്പ് ഷിഫ്റ്റും ചെയ്യുന്നില്ല, ആ ടൈമൊക്കെ ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് കേൾക്കാൻ അത്യാവശ്യം ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഗ്രൗണ്ടൊക്കെ പൊളിയാണ് കേൾക്കാനായിട്ടൊക്കെ.
6500 RPM കഴിയുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ടോർക്ക് ഫിഗേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈക്കിൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ അങ്ങ് മാറുവാണ്. കുറച്ചൊന്ന് ട്രാഫിക് ആണല്ലോ. എന്തായാലും അൺനെസസറി പുഷിംഗ് ഒന്നും വേണ്ട. നമുക്ക് ഒരു ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ തന്നെ ബൈക്കിനെ ഒന്ന് അൺലീഷ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ബാക്കി കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ ബൈക്ക് അധികം നമ്മൾ റോഡിലൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഒന്ന് നോക്കി നിന്ന് പോയി ബൈക്കിന് ഇത് ഏതാ ബൈക്ക് എന്നൊക്കെ ആലോചിച്ച് നിൽക്കും. ബിക്കോസ് ഇത് ബൈക്ക് അങ്ങനെ നമ്മളെല്ലാവരും കാണുന്നില്ലല്ലോ. ഒരു ഡ്യൂക്ക് പോലെയോ ഒരു യമഹയുടെ MT-15 പോലെയൊന്നും നമ്മൾ അധികം ഒരു സ്ട്രീറ്റ് ബൈക്ക് പോലെ ഇത് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർക്ക് ഒന്ന് ക്യൂരിയസ് ആണ് ഇതൊന്ന് കാണാൻ തന്നെ. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് വരുവാണല്ലോ. ഇൻഡിക്കേറ്റർ ഇട്ടതല്ലേ? ഓ മൈ ഗോഡ്. എന്തായാലും കൊല്ലാം. നിങ്ങൾക്കും ഇതേപോലെ ഒരു ഹുസ്ക്വന 401 സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലൈക്ക് പ്രൈസ് എത്രയാണ്, നിങ്ങൾക്ക് സർവീസ് ഇൻ്റർവെൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറിയാം. ഈ കോൺടാക്ട് നമ്പറിൽ ചൂസ് ചെയ്ത് കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഐ തിങ്ക് ഇതിൻ്റെ പ്രൈസ് വരുന്ന ലൈക്ക് 3,81,000 ഓൺ റോഡ് പ്രൈസ് സംതിങ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് പ്രോപ്പറായിട്ട് ഓർമ്മയില്ല ഗൈസ്. ഫണ്ണൊക്കെ തന്നെയാണ് ഓടിക്കാൻ. പക്ഷെ കുറച്ചുകൂടി മൈലേജ് ഉണ്ടായിരുന്നെങ്കിൽ ലൈക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു പവർ ഔട്ട്പുട്ട് ലൈക്ക് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെയൊക്കെ മൈലേജ് ഉണ്ടായിരുന്നെങ്കിൽ ഓ മൈ ഗോഡ്. ഓക്കെ, അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഒരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്. രക്ഷയില്ല കേട്ടോ, കിടിലം ബുള്ളാണ്. ഓൾമോസ്റ്റ് 390യെക്കാട്ടിലേക്ക് ഒരു 10 കിലോഗ്രാംസോ സംതിങ് കൂടുതലാണ്. 163, 171, 10 ആണോ? ഒരു 7 കിലോഗ്രാംസ് ആണല്ലേ, ഒരു 7 കിലോഗ്രാം കൂടുതലാണ്. എന്നാലും അതേപോലെ തന്നെ ഡ്യൂക്ക് 390 അതേപോലെ തന്നെ ജമ്പൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. ലൈക്ക് ഒരു 6500 RPM കഴിയുമ്പോൾ പൊളിയാണ് ഓടിക്കാൻ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഹുസ്ക്വന 401ൻ്റെ ഡീറ്റെയിൽസൊക്കെ. അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ഓക്കെ, ബൈ.